നമസ്കാരം. കേരളത്തിന്റെ വിശ്വാസ സൗകര്യ വികസനത്തിന്റെ അതായത് ശബരിമല മണ്ഡലകാലത്തിന്റെ ഞെട്ടിക്കുന്ന സത്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. കേരളത്തിന്റെ ഭരണകൂടം ഒരു തീർത്ഥാടനത്തെ എങ്ങനെ ഒരു ദുരിത തീർത്ഥാടനമാക്കി മാറ്റാമെന്ന് ഈ വർഷം തെളിയിച്ചിരിക്കുന്നു. അതും ലോകം കണ്ട ഏറ്റവും വലിയ സഹിഷ്ണുതയുടെ പരീക്ഷണം. പ്രായമായവരും കുട്ടികളും മുതിർന്ന സ്ത്രീകളും ദൈവത്തെ കാണാൻ കാത്തു നിൽക്കുന്നത് ഒരു പുണ്യകർമ്മമായിരിക്കാം. പക്ഷേ ഒരു ഭരണകൂടം അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നൽകാതെ ഈ ഒരു കാത്തിരിപ്പിനെ ഒരു ശിക്ഷാവിധിയാക്കി മാറ്റുന്നത് ആരുടെ വീഴ്ചയാണ്? എന്താണ് ഇവിടെ എല്ലാവരും നിശബ്ദത പാലിക്കുന്നത്? ഈ ഒരു ഉത്തരവാദിത്തം ആർക്കാണ്? അത് നമുക്കിന്ന് ചർച്ച ചെയ്യാം. അത് ഭരണപരമായ വീഴ്ചയുടെയും ഏകോപനമില്ലായ്മയുടെയും പിന്നെ കുറച്ച് തള്ളലിന്റെയും ഞെട്ടിക്കുന്ന കഥയാണ്. നമ്മുടെ ഈ ഒരു ചർച്ച തുടങ്ങേണ്ടത് സാക്ഷാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ സാറിന്റെ ഒരു സത്യപ്രസ്താവനയിൽ നിന്നുമാണ്. അദ്ദേഹം ഭയപ്പെടുകയാണ്. അതെ, ഭരണത്തിന്റെ അമരത്തിരിക്കുന്നയാൾ പേടിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് ലോവർ തിരുമറ്റത്തെ തിരക്ക് കണ്ട് ഞാൻ തന്നെ ആശങ്കപ്പെടുന്നു. പ്രസിഡന്റ് സാറേ, നിങ്ങൾ തന്നെയാണ് ക്രമീകരണങ്ങളുടെ തലവൻ. നിങ്ങൾ ആശങ്കപ്പെടുന്നുണ്ടെങ്കിൽ 15 മണിക്കൂർ ക്യൂവിൽ നിൽക്കുന്ന ഭക്തന്റെ അവസ്ഥ എന്തായിരിക്കും? അദ്ദേഹം പേടിക്കുന്നത് സ്വാഭാവികമാണ്. ഈ പ്രസ്താവനയുടെ അർത്ഥം ഇതാണ്: സംവിധാനം പൂർണ്ണമായും പാളി, എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷെ ഞാനത് പരസ്യമായി സമ്മതിച്ചു. അതുകൊണ്ട് എനിക്ക് കുറച്ചെങ്കിലും നല്ല പേര് ചിലപ്പോൾ കിട്ടിയേക്കാം. ചന്ദ്രാനന്ദൻ റോഡ് വഴി ആളുകൾ നിയന്ത്രണം വിട്ട് ചാടി എത്തുകയാണ്. ഈ ചാടി എത്തുന്നത് പോലീസിന്റെ നിയന്ത്രണ സംവിധാനം ഒരു കമ്പ്യൂട്ടർ ഗെയിം പോലെ ഗെയിം ഓവർ ആയി എന്നതിന്റെ തെളിവാണ്. ഇത്തവണ വൃശ്ചികം 2-ാം തീയതി തന്നെ അസാധാരണമായി തിരക്കായിരുന്നു എന്ന് പ്രസിഡന്റ് സാർ സമ്മതിക്കുന്നു. എന്നിട്ടും എപ്പോഴും ഉണ്ടാകാറുള്ള അത്യാധുനിക മുന്നൊരുക്കങ്ങൾ എവിടെ പോയി? ഒരു പ്രവചന സംവിധാനം പോലും ഇല്ലാത്ത ദൈവത്തിന്റെ ഇഷ്ടം പോലെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന സമീപനമായിരുന്നോ ഇവിടെ? അടിസ്ഥാന സൗകര്യങ്ങളുടെ തകർച്ച, മെസ്സില്ലാത്ത ജീവനക്കാരി, ഇതിലും വലിയ കോമഡി വേറെയുണ്ടോ? തീർത്ഥാടകരെ സഹായിക്കാൻ നിൽക്കുന്ന ദേവസ്വം ജീവനക്കാർക്ക് മെസ് സൗകര്യമില്ല. അപ്പൊ സാധാരണ ഭക്തന് ഏത് 5 സ്റ്റാർ സൗകര്യമാണ് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്? ശുചിമുറികൾ വൃത്തിയാക്കുന്നില്ല, കുടിവെള്ള വിതരണം താളം തെറ്റി. ഇതെല്ലാം പ്രസിഡന്റ് പരസ്യമായി സമ്മതിച്ച കാര്യങ്ങളാണ്. അല്ലാതെ നമ്മൾ ആരും ഇവിടെ ഒരു പൊടിപ്പും തൊങ്ങലും മസാലയും ഒന്നും ചേർക്കുന്നില്ല. ഒരു പ്രതിപക്ഷ നേതാവ് പറയുന്നതിനേക്കാൾ ഭീകരമായ ആരോപണങ്ങളാണ് അദ്ദേഹം സ്വയം ഏറ്റുപറയുന്നത്. ഇനി ഏറ്റവും രസകരമായ കാര്യം പറയട്ടെ. പമ്പയിലേക്ക് ഭക്തരെ വിടുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് അദ്ദേഹം പോലീസിന് കത്ത് നൽകേണ്ടി വന്നു. ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ദേവസ്വം ബോർഡ് പോലും തങ്ങളുടെ സഹോദര സ്ഥാപനമായ പോലീസിൽ നിന്നും വിശ്വാസം നഷ്ടപ്പെട്ട് ഇരിക്കുകയാണ്. അതായത് ഒരു കൈ വേറൊരു കൈയെ വിശ്വസിക്കുന്നില്ല. ഇതാണ് നമ്മുടെ ഏകോപനത്തിന്റെ പുതിയൊരു മാതൃക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇനി നമ്മൾ പറയുന്നത് കെ ജയകുമാർ സാറിനെ കൊണ്ടുവന്നത് ഭക്തക്ഷേമത്തിന് വേണ്ടിയാണ്. പക്ഷേ സിസ്റ്റം പാളിപ്പോയാൽ ആ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഭരണകൂടം പരാജയപ്പെടുമ്പോൾ അതിന്റെ അലകൾ വ്യക്തികളെയും ബാധിക്കുന്നു. സിസ്റ്റം പാളി, ഭരണകൂടം പാളി, ഇതാണ് ചുരുക്കം. ശബരിമലയിലെ തിരക്ക് നിയന്ത്രണത്തിന്റെ പ്രധാനപ്പെട്ട ചുമതല ഇവിടെ ആർക്കാണ്? കേരള സംസ്ഥാന പോലീസിന്. പോലീസിന്റെ വകുപ്പ് ആര് ഭരിക്കുന്നു? നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അഥവാ മാൻഡ്രേക്ക്. അതുകൊണ്ട് ഈ ദുരിതയാത്രയുടെ പ്രധാന ഉത്തരവാദിത്തം അദ്ദേഹത്തിന്റെ ആഭ്യന്തര വകുപ്പിനാണ്. ഒരു ഭരണകൂടത്തിന്റെ പരാജയം എപ്പോഴും അതിന്റെ തലവന്റെ മാത്രം ഉത്തരവാദിത്തമാണ്. പക്ഷെ അദ്ദേഹം ഒന്നും മിണ്ടണില്ല. അതെ, കുട്ടി മിണ്ടണില്ല. നമുക്ക് നോക്കാം പോലീസിന് എവിടെയെല്ലാം പിഴച്ചു എന്ന്. നിയമലംഘനമാണോ അത് അഴിഞ്ഞാട്ടമാണോ? മരക്കൂട്ടത്തും പമ്പയിലും ഭക്തർ പോലീസ് നിയന്ത്രണങ്ങൾ മറികടന്നു. ഇത് കേവലം തിരക്ക് എന്നതിലെല്ലാം ഉപരി ക്രമസമാധാന പാലനത്തിന്റെ സമ്പൂർണ്ണ പരാജയമാണ്. ഒരു വലിയ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ കഴിയില്ലെങ്കിൽ എന്തിനാണ് ഈ വകുപ്പ് നിലനിൽക്കുന്നത്? ആർക്ക് വേണ്ടിയാണ്? മനസ്സിലാകുന്നില്ല. അതോ പോലീസുകാർക്ക് വിശ്വാസികളെ വിഷമിപ്പിക്കേണ്ട എന്ന് പറഞ്ഞ ഒരു ഉത്തരവുണ്ടോ? വെറുതെ ശമ്പളം കൊടുക്കുന്നതാണോ? ബാലിശമായ തീരുമാനം. മുൻ വർഷങ്ങളിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിനായി ബാരിക്കേഡ് വെച്ചുള്ള ക്രമീകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത്തവണ നിലയ്ക്കലിൽ അതും ഏർപ്പെടുത്തിയിട്ടില്ല. എന്തിനായിരുന്നു ഈ വിപ്ലവകരമായ മാറ്റം? ഇതാണ് തീർത്ഥാടകരുടെ തിക്കിനും തിരക്കിനും പ്രധാനപ്പെട്ട കാരണം. ഇത് മനഃപൂർവ്വമുള്ള അലംഭാവമാണോ അതോ ഞങ്ങൾക്കെല്ലാം അറിയാമെന്ന വിവരമില്ലായ്മയാണോ? ഏതായാലും അതിന്റെ ഫലം ഭക്തരാണ് ഇവിടെ അനുഭവിക്കുന്നത്. ഒരു തെറ്റും ചെയ്യാത്തവർ. പോലീസ് എണ്ണത്തിലെ കുറവ്, വ്യാജ കണക്കുകൾ, സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി നിയോഗിച്ച ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിൽ കാര്യമായ കുറവുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ADGP 18,000 പേരെ നിയോഗിച്ചെന്ന് അവകാശപ്പെടുമ്പോൾ ഗ്രൗണ്ടിൽ ആരെയും കാണാനില്ല. ഇത് നമ്മുടെ രാഷ്ട്രീയക്കാരുടെ സ്ഥിരം പല്ലവിയാണ്. കണക്കുകൾ പറയാൻ ഞങ്ങൾ മിടുക്കരാണ്, പക്ഷെ പ്രവൃത്തിയിൽ ഞങ്ങൾ 0ആണ്. കേന്ദ്ര സേനകളുടെ അഭാവവും ഉണ്ട്. അപകടകരമായ കാലതാമസം. എന്തായാലും ഇതിലൊന്നും യാതൊരു അത്ഭുതവും തോന്നുന്നില്ല. തിരക്ക് നിയന്ത്രിക്കാൻ ആവശ്യമായ NDRF, RAF തുടങ്ങിയ കേന്ദ്ര സേനകളെ
സമയബന്ധിതമായി വിന്യസിച്ചിട്ടില്ല. സംസ്ഥാന ആഭ്യന്തര വകുപ്പ് കത്തയച്ചിട്ടും സേനകൾ വരാൻ വൈകി. എന്തത്ഭുതം! ആർക്കും ഒന്നും തോന്നില്ല. ഇതൊക്കെ കണ്ടു മടുത്തു. ഒരുപാട് പേർ മല ചവിട്ടുമെന്ന് അറിയാമായിരുന്നിട്ടും സർക്കാർ എന്തിനാണ് ഈ കാലതാമസം വരുത്തിയത്? ശീലായി പോയില്ലേ? ഇത് തീർത്ഥാടകരുടെ സുരക്ഷയോടുള്ള അവഹേളനമാണ്, അതോ കേന്ദ്രത്തിന്റെ സഹായം വേണ്ട എന്നുള്ള പിടിവാശിയാണോ? എന്താണെന്നറിയില്ല. മുഖ്യം തന്നെ പറയട്ടെ, പോലീസിന്റെ ഭാവം എന്താണ്? എല്ലാ സുഗമം 15 മണിക്കൂർ ക്യൂവിൽ നിൽക്കുന്ന ഭക്തന്റെ കണ്ണു നിറയുന്നത് ഇവിടെ ആരെങ്കിലും കാണുന്നുണ്ടോ? യഥാർത്ഥ പ്രശ്നം മറച്ചു വെച്ച് നല്ലതുകൾ മാത്രം അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമം ഈ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സത്യം പറയുന്നവരെ ഇവർ ഭയപ്പെടുകയാണ്. ഒരു തീർത്ഥാടകന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത ഭരണകൂടം എന്തിനു വേണ്ടിയാണ് ലക്ഷക്കണക്കിന് രൂപ വരുമാനം വാങ്ങുന്നത്? ശബരിമല ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിന്റെ ഏറ്റവും വലിയ ബിസിനസ് എന്റർപ്രൈസസ് ആണ്. വരുമാനം വേണം, പക്ഷെ സൗകര്യങ്ങൾ വേണ്ട. ഇതൊരു കൊള്ളയടിക്കലല്ലേ? ഏയ്, അങ്ങനെയൊന്നും പറഞ്ഞൂടാ. സത്യം അതാണെങ്കിൽ കൂടി ഇങ്ങനെ അങ്ങ് വെളിച്ചത്ത് പറയാൻ പാടുമോ? ശബരിമലയിൽ പ്ലാസ്റ്റിക് നിരോധനം മികച്ച ആശയമാണ്, പക്ഷേ അതിനൊരു ബദൽ സംവിധാനം ഒരുക്കേണ്ടത് ദേവസ്വം ബോർഡിന്റെ കടമയല്ലേ? കുടിവെള്ളം നൽകാനുള്ള സംവിധാനം കുറവാണ്, ചൂടുവെള്ളം കിട്ടാനില്ല. 15 മണിക്കൂർ ക്യൂവിൽ നിൽക്കുന്നവർക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളം പോലും കൊടുക്കാൻ കഴിയാത്ത ഈ ഒരു സംവിധാനം എന്തിനു വേണ്ടിയാണ്? പാളിയ ലഘുഭക്ഷണ വിതരണം വേറെയും. മുമ്പ് സ്പോൺസർമാർ നൽകിയിരുന്ന ബിസ്ക്കറ്റ് വിതരണമൊക്കെ നിലച്ചു. അതിനൊപ്പം ചുക്കുകാപ്പിയൊക്കെ ഉണ്ടായിരുന്നു. വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ സ്പോൺസർമാർക്ക് ആശങ്കയുണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് സ്വന്തമായി ഈ സൗകര്യങ്ങൾ ചെയ്യാൻ എന്തുകൊണ്ട് ദേവസ്വം ബോർഡിന് സാധിച്ചില്ല? സ്പോൺസറെ ആശ്രയിക്കാതെ സ്വന്തമായി ഒരു റിസ്ക് മാനേജ്മെന്റ് സംവിധാനം ഉണ്ടാക്കേണ്ടതല്ലേ? വെള്ളമില്ലാത്ത ടോയ്ലറ്റുകൾ വേറെയും. ഇതാണ് ഈ വർഷത്തെ നമ്പർ 1 കോമഡി എന്ന് പറഞ്ഞുകൂടാ, കാരണം അത്രയധികം ലക്ഷക്കണക്കിന് ആളുകൾ അനുഭവിച്ച ദുരിത ജീവിതം വേറെയാണ്. സ്ഥാപിച്ച പല ബയോ ടോയ്ലറ്റുകളിലേക്കും വെള്ളത്തിന്റെ കണക്ഷൻ കൊടുത്തിട്ടില്ല. ടോയ്ലറ്റുകളിലേക്ക് വെള്ളം കൊടുക്കാതിരുന്നിട്ട് അത് സ്ഥാപിച്ചതിൽ എന്തർത്ഥമാണുള്ളത്? കുട്ടികളും പ്രായമായ സ്ത്രീകളും അടക്കം മണിക്കൂറുകൾ ക്യൂവിൽ നിന്ന് ഒടുവിൽ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാതെ വലയുന്നു. ഈ ഒരു അവസ്ഥ കേരളത്തിന്റെ പൊതുജനാരോഗ്യ സംവിധാനത്തോടുള്ള വെല്ലുവിളി തന്നെയാണ്. ഒരു കണക്കിന് അടുത്ത കൊല്ലം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. ആ ഒരു ആത്മാർത്ഥതയെങ്കിലും ഇവിടെ നമ്മൾ പ്രതീക്ഷിച്ചു. അതുപോലെ തന്നെ ഭക്തരെ സേവിക്കാൻ സന്നദ്ധരായി എത്തുന്ന സംഘടനകളെല്ലാം മാറ്റി നിർത്തി എല്ലാ ഉത്തരവാദിത്വവും ദേവസ്വം ബോർഡ് ഏറ്റെടുത്തു. ഫലം എന്താണ്? സകല പദ്ധതികളും പാളി. ഒരു ഭരണകൂടത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കില്ല. സഹായം സ്വീകരിക്കാനുള്ള വിനയമെങ്കിലും ഈ സ്ഥാപനങ്ങൾക്ക് ഉണ്ടാകേണ്ടതല്ലേ? അതോ സേവനം ഞങ്ങൾ മാത്രമേ ചെയ്യാൻ പാടൂ എന്നൊരു അഹങ്കാരം ഇതിന്റെ പിന്നിലുണ്ടോ? ഈ വർഷത്തെ മറ്റൊരു ശാസ്ത്രീയ പരിഷ്കാരമായിരുന്നു വെർച്വൽ ക്യൂ. വെർച്വൽ ക്യൂവിലൂടെ ബുക്ക് ചെയ്ത 70,000 പേരും സ്പോട്ട് ബുക്കിംഗ് വഴിയുള്ള 20,000 പേരും ഉൾപ്പെടെ 90,000 പേർക്കാണ് ഒരു ദിവസം സന്ദർശനം അനുവദിച്ചത്. എന്നിട്ടും ഭക്തർ 15 മണിക്കൂറാണ് ക്യൂ നിൽക്കേണ്ടി വരുന്നത്. അവിടെ എന്താണ് സംഭവിച്ചത്? ഇപ്പോഴും ദുരിതം മാറിയിട്ടില്ല. എന്തായാലും ഒന്നുകിൽ ടിക്കറ്റ് അനുവദിച്ചെങ്കിൽ ക്രമക്കേടുണ്ട്, പിന്നെ 90,000 പേരെക്കാൾ കൂടുതൽ പേരെത്തി, അല്ലെങ്കിൽ തിരക്ക് നിയന്ത്രിക്കാൻ പോലീസിന് അറിയില്ല. ഏതായാലും വെർച്വൽ ക്യൂ എന്ന നവയുഗ ആശയം ഒരു പ്രഹസനമായി മാറിയിരിക്കുകയാണ്. ആദ്യം അയ്യപ്പ സേവാ സംഘത്തെ ഒഴിവാക്കി, പിന്നെ അയ്യപ്പനെ കൊള്ളയടിച്ചു. എന്തായാലും എല്ലാം ഓൺലൈൻ ആക്കിയാൽ പ്രശ്നം തീരുമെന്ന് വിചാരിച്ചവർക്ക് ഗ്രൗണ്ട് റിയാലിറ്റി ഒരു അടിയായി മാറിയിരിക്കുകയാണ്. മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിനായി നട തുറന്ന ആദ്യ ദിവസങ്ങളിൽ തന്നെ ഇതാണ് അവസ്ഥയെങ്കിൽ ഇനി വരാനിരിക്കുന്ന അവധി ദിവസങ്ങളിലും തീവ്രമായ തിരക്കിലും ഈ ഭരണകൂടം എന്ത് മറുപടിയാണ് നൽകാൻ പോകുന്നത്? ഭക്തരെ ക്യൂവിൽ നിർത്തി കഷ്ടപ്പെടുത്തുന്നതിലൂടെ ദേവസ്വം ബോർഡിന് ലഭിക്കുന്ന വരുമാനം തിരിച്ചവർക്ക് സൗകര്യങ്ങൾ ഒരുക്കാൻ ഉപയോഗിക്കേണ്ടേ? അയ്യപ്പന്റെ കാശ്, അതാണ് ഏറ്റവും വലിയ കോമഡി. എന്തായാലും പോലീസ് നിയന്ത്രണം പാളിയതിന് ആഭ്യന്തര വകുപ്പ് ഇനി ആർക്കു മേലാണ് നടപടിയെടുക്കുക? എപ്പോഴും താഴെയുള്ള ഉദ്യോഗസ്ഥരെ ബലിയാടാക്കുമോ, അതോ ഉന്നത സ്ഥാനങ്ങളിലുള്ളവർ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാകുമോ? ഇത് രാഷ്ട്രീയ പോരാട്ടത്തിന്റെ വേദിയല്ല, ഇത് വിശ്വാസികളുടെ അടിസ്ഥാനപരമായ അവകാശങ്ങളുടെ ചോദ്യമാണ്. എന്തായാലും ഈ ഭക്തജനങ്ങളുടെ പ്രാക്ക് മുഴുവൻ പിണറായിയുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുകയാണ്. ഭക്തർക്ക് സുഗമമായ തീർത്ഥാടനം ഉറപ്പാക്കുന്നതിൽ കേരളത്തിലെ പിണറായി സർക്കാർ അതിന്റെ എല്ലാ സംവിധാനങ്ങളോടും കൂടി പരാജയപ്പെട്ടിരിക്കുന്നു. ഭരണപരമായ വീഴ്ചയുടെയും ഏകോപനമില്ലായ്മയുടെയും ഈ ഞെട്ടിക്കുന്ന കഥയാണ് ഭക്തർ അനുഭവിക്കുന്ന ദുരിതത്തിന് പിന്നിൽ. എന്തായാലും വിശ്വാസികളെ ദുരിതത്തിലാക്കുന്ന ഈ അവസ്ഥയ്ക്ക് അടിയന്തരമായി ഒരു പരിഹാരം ഉണ്ടാകണം. അല്ലാത്ത പക്ഷം ഈ മണ്ഡലകാലം കേരള ചരിത്രത്തിലെ ദുരിത തീർത്ഥാടനത്തിന്റെ കാലമായി രേഖപ്പെടുത്തും. നമ്മുടെ ഭരണകൂടം ഈ തെറ്റുകളിൽ നിന്നും പഠിക്കുമോ? അതിനുള്ള ചാൻസ് ഒന്നുമില്ല. എന്തായാലും അടുത്ത വർഷവും ഇതേ ദുരിതവുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടേണ്ടി വരുമോ എന്നാണ് അടുത്ത ചോദ്യം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. മറ്റൊരു വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി.